തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ദൂരം കുപ്പിക്കഴുത്ത് പരിഹരിച്ച് 4 വരി പാതയാക്കി റോഡ് വികസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ധനകാര്യമന്ത്രി KN ബാലഗോപാലും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും ചേർന്ന് ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ട തുക നേരത്തെ കൈമാറുകയും ചെയ്തിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട തുക അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ TG ബിന്ദു പൂർത്തിയാക്കിയ ശേഷം ഭൂമി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കൈമാറി. തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK നവീൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ UR രജിത എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനപാത 69 മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ കുപ്പിക്കഴുത്ത് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ ഭൂമി ഏറ്റെടുത്ത് റോഡ് 4 വരി പാതയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ പ്രശ്നം നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സബ്മിഷനായി ഉന്നയിക്കുകയും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമൊക്കെയായി നീക്കിവെച്ച് അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വന്ന് ഇവിടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചതാണ്. അപ്പോൾ രേഖകൾ കൃത്യമായി ഇപ്പോൾ നമുക്ക് അവാർഡ് നൽകാൻ കഴിഞ്ഞവരുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മതിലും പൊളിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തീർച്ചയായും നമുക്ക് കുപ്പിക്കഴുത്ത് ഒഴിവാക്കി നമ്മുടെ മുണ്ടൂര് സെൻറ്റർ മുതൽ കുറ്റേക്കര വരെ 4 വരി പാതയാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പണം കൊടുത്ത് ഇന്നലെ LR തഹസിൽദാർ വന്ന് PWDക്ക് കൈമാറിയ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും പൊളിച്ച് നമ്മുടെ റോഡിൻ്റെ ഭാഗമാക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് പദ്ധതിക്കായി പുതുക്കിയ ഭരണാനുമതി പുറപ്പെടുവിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അഞ്ഞൂർ വില്ലേജിൽ 267 കൈവശങ്ങളിലായുള്ള 177 സെന്റ് ഭൂമിയാണ് കുപ്പിക്കഴുത്ത് പരിഹരിച്ച് 4 വരി പാത നിർമ്മിക്കുന്നതിനായി ഏറ്റെടുക്കുന്നത്. 1 സെന്റിന് 11 ലക്ഷത്തോളം രൂപ ആകെ നഷ്ടപരിഹാര തുകയായി ലഭിക്കും. ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്നും ഭൂമിയുടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി എൻക്വയറി പൂർത്തിയാക്കി. ഭൂമിയുടെ മുഴുവൻ രേഖകളും സമർപ്പിച്ചവർക്ക് 2ാം ഘട്ടം അംഗീകരിച്ച് തുക കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമങ്ങളുടെയും കൂട്ടായ്മയുടെയും ഫലമായാണ് മുണ്ടൂർ പുറ്റേക്കര കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ സാധിച്ചതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു.